പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ വ്യക്തിയിൽ പ്രകടമാകുന്ന അഭിഷേകമാണ്, അനോയിൻറ്റിംഗ് ആണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ക്രിസ്തീയ വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും. ഒരിക്കൽ കൂടി ആ വിഷയം നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പ്രകാശിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം നിറവേറ്റാൻ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എല്ലാ വിശ്വാസികളും ഒരേ തലത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ് സഭയിലെ വിശ്വാസികൾക്ക് എഴുതിയ കത്തിൽ, ഒന്നാമത്തെ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളത് വായിക്കുന്നത് 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എല്ലാ ക്രൈസ്തവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസം? ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ്? ആ വ്യത്യാസം ഇതാണ്: എല്ലാ വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാ അഭിഷേകം പ്രകടമാകുന്നില്ല, വെളിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവനിൽ പ്രകടമാകുന്ന, വെളിപ്പെടുന്ന അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നതും പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മനിറവ് പ്രാപിച്ചവരായി ദൈവ ശുശ്രൂഷ ചെയ്യണം എന്നതാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് യേശുക്രിസ്തുവിലുള്ള അനുഗ്രഹ പദ്ധതി. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, യേശുവിനെ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് ദൈവാത്മാവുമായി നിരന്തര ബന്ധത്തിലാണ്. ആ അനുഗ്രഹം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കതിലൊന്നും ചെയ്യാനായിട്ടില്ല. ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്നത് സൗജന്യമായിട്ടാണ്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം സൗജന്യമായി പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞു. ഇനി സംഭവിക്കേണ്ട കാര്യം എന്താണ്? ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, അഭിഷേകം, ശക്തി നിങ്ങളുടെ വിചാരവികാരങ്ങളിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ചലനങ്ങളിൽ പ്രകടമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാ ശക്തിയെ പ്രാപിക്കാൻ സാധിക്കുക? അഭിഷേകത്തിൽ എങ്ങനെ വളരാനായിട്ട് സാധിക്കും? അഭിഷേകത്തിൽ എങ്ങനെ ജ്വലിക്കാൻ സാധിക്കും? ഇതിനായിട്ട് നമ്മൾ തിരിയുന്നത് യേശുവിലേക്ക് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, ജോർദാൻ നദിയിൽ ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വന്നു പ്രാവിൻ്റെ രൂപത്തിൽ. നമ്മൾ 2 സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലാണ്, 2 ലൂക്കായുടെ സുവിശേഷത്തിൽ. മത്തായിയുടെ സുവിശേഷം അധ്യായം 3 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ സ്വീകരിച്ച യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരുടെ മേലും അതേ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നു. അതിൽ മാറ്റമൊന്നുമില്ല. വീണ്ടും ഞാനത് ആവർത്തിക്കുന്നു. എന്നാൽ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെങ്കിലും ബാഹ്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നതായിട്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല. എന്നാൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 3-ന്റെ 22-ാം വാക്യത്തിലാണ്
പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വരുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അതിനുശേഷം സംഭവിച്ച കാര്യം എന്താണ്? 4-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഈശോ പ്രാപിച്ചെങ്കിലും 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടുന്നത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 4:14 അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈശോ സ്വീകരിക്കുന്നതും ആത്മശക്തി വെളിപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ രഹസ്യം എന്താണ്? പരിശുദ്ധാത്മ ശക്തി യേശുവിൻ്റെ മേൽ പ്രകടമായതിൻ്റെ മർമ്മം എന്താണ്? അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഈശോ നമ്മൾ പിന്നെ കാണുന്നത് ഈശോയെ മരുഭൂമിയിലാണ്. 2 സുവിശേഷങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മരുഭൂമിയിൽ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഉപവസിച്ച് ഈശോ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചിലവഴിച്ചു. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് വെളിപ്പെടാൻ ഉള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യനാണ്. പുറന്തോട് തകരാത്തത് കൊണ്ടാണ് ഉള്ളിലെ ആത്മശക്തിക്ക് പരിശുദ്ധാത്മാവിന് നിറഞ്ഞൊഴുകാനുള്ള തടസ്സം എന്ന് പറയുന്നത് തകർക്കപ്പെടാത്ത പുറമേയുള്ള മനുഷ്യനാണ്. നമുക്കറിയാം, കർത്താവായ ഈശോ ഭൂമിയിൽ വന്നു, നമ്മുടെ എല്ലാ പാപങ്ങൾക്കും ഈശോ പരിഹാരം ചെയ്തു, ശാപദോഷങ്ങളൊക്കെ ഏറ്റെടുത്തു. നമ്മൾ ധ്യാനിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഈ കാര്യങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മെ പുതിയ മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ പാപങ്ങൾക്കും ഈശോ പരിഹാരം ചെയ്തു. ഇതെല്ലാം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു കാര്യം അവശേഷിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ തുടർന്നും അവശേഷിക്കുന്നു. അവൻ നാച്ചുറൽ പേഴ്സണാലിറ്റി, ആദാമിൻ്റെ പ്രകൃതം ഇല്ലാതായിട്ടില്ല. സംഭവിച്ച കാര്യം എന്താണ്? ആദാമിൻ്റെ പ്രകൃതത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ തെറ്റുകൾക്കും അതിന് നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയ്ക്കാണ് ഈശോ പരിഹാരം ചെയ്തത്. എന്നാൽ പ്രകൃതം തുടർന്നും അവശേഷിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ അവശേഷിക്കുന്നു. പുറമേയുള്ള പുറന്തോട് കട്ടിപിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഉള്ളിലുള്ള പരിശുദ്ധാത്മ ശക്തിക്ക് സാന്നിധ്യത്തിന് നിറഞ്ഞ് ഒഴുകാൻ സാധിക്കാത്തത്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം നൽകുക സാധ്യമല്ല. ഗോതമ്പ് മണി അതിൻ്റെ പുറന്തോട് അഴുകണം, അപ്പോൾ അത് ജീവന് കാരണമായിട്ട് തീരുന്നു. മറ്റൊരു വചനത്തിൽ പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടമാക്കുന്നു, എന്നാൽ എന്നെ പ്രതി ജീവൻ നഷ്ടമാക്കുന്നവൻ അത് നേടിയെടുക്കുന്നു. എന്താണ് ജീവൻ എന്ന് പറയുന്നത്? ഇവിടെ പറയുന്ന ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ ജീവനാണ്, അവർ നാച്ചുറൽ പേഴ്സണാലിറ്റി. ആ സ്വാഭാവികമായിട്ടുള്ള ജീവനെ നമ്മൾ ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്തിയാൽ മറ്റൊരു ജീവൻ നമ്മുടെ മേൽ പ്രകടമാകും. ഒന്ന് സ്വാഭാവികമായിട്ടുള്ള ജീവൻ, മറ്റൊന്ന് പരിശുദ്ധാത്മാ ശക്തി. വചനം പറയുന്ന കാര്യം ഇതാണ്, ഈ നഷ്ടപ്പെടുത്തൽ, ഈ തകർക്കപ്പെടൽ അനിവാര്യമാണ്. പുറമേയുള്ള മനുഷ്യനെ തകർക്കാനായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് എന്താ? പുറമേയുള്ള മനുഷ്യൻ സ്വാഭാവികമായിട്ടുള്ള ഇഷ്ടങ്ങൾ, നമ്മുടെ സെൽഫ് തകരുമ്പോൾ മറ്റൊരു ശക്തി നിങ്ങളുടെ മേൽ പ്രകടമാകും. ഇതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പുറമേയുള്ള മനുഷ്യനെ തകർക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. കാരണം ഉപവാസം എന്ന് പറയുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന് ഉപവാസം ഇഷ്ടമില്ല, പരിഹാരം ഇഷ്ടമില്ല, പ്രായശ്ചിത്തം ഇഷ്ടമില്ല. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ തകർക്കപ്പെടുന്നു. അകമേയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പ്രകടമാകും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരു മന്ദത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വിരസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂവിന് നിങ്ങളെ സഹായിക്കുന്ന വിശിഷ്ടമായൊരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ പരിശുദ്ധാത്മാവിനെ ഈശോ സ്വീകരിച്ചെങ്കിലും
40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന് ശേഷമാണ് യേശുവിൻ്റെ മേൽ ആത്മശക്തി പ്രകടമാകുന്നത്. അതിനുശേഷമാണ് ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. എല്ലാവരും യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഉള്ളിലുള്ള പരിശുദ്ധാത്മ ശക്തി യേശുവിൻ്റെ വാക്കിലും ചലനത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം സമൃദ്ധമായിട്ട് വെളിപ്പെട്ടു. ദൈവരാജ്യ ശുശ്രൂഷ ശക്തിയോടെ ക്രിസ്തുവിൽ ദൈവം പൂർത്തിയാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉപവാസം ഒത്തിരി സഹായിക്കുന്നതാണ്. ഒരു ഉദാഹരണം ഇങ്ങനെ ഞാനൊരു സ്ഥലത്ത് വായിച്ചു കേട്ടു. ഉദാഹരണത്തിന് ഒരു സുഗന്ധ തൈല കുപ്പി. ഈ കുപ്പിയുടെ പ്രത്യേകത ഇതാണ്, അതിമനോഹരമായിട്ട് ചിത്രപ്പണി ചെയ്ത കുപ്പിയാണ്. കണ്ടു കഴിഞ്ഞാൽ അത്ര ആകർഷകമായ മനോഹരമായ ഒരു കുപ്പിയിലാണ് ഈ സുഗന്ധ തൈലം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു ഒറ്റക്കൽ ഭരണിയാണ്. അതിനകത്ത് വിശിഷ്ടമായ തൈലമുണ്ട്, അതിന് സുഗന്ധമുണ്ട്, അതിന് ഔഷധ ഗുണമുണ്ട്, സൗഖ്യം തരാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഈ തൈലം സൂക്ഷിച്ചത് ഈ കുപ്പിക്കകത്താണ്. ഈ കുപ്പിയുടെ പ്രത്യേകത അത് മനോഹരമായിട്ട് ചിത്രപ്പണി ചെയ്തതാണ്. ഇനി തൈലം പുറത്തേക്ക് വരാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ കുപ്പി തകർത്താൽ തൈലം പുറത്തേക്ക് ഒഴുകും. അത് അനേകർക്ക് അനുഗ്രഹത്തിന് സൗഖ്യത്തിന് കാരണമായിട്ട് തീരും. ഒരു മനുഷ്യൻ്റെ കയ്യിൽ കുപ്പി ലഭിച്ചു, പക്ഷേ ഇദ്ദേഹത്തിന് കുപ്പി തകർക്കാനായിട്ട് തോന്നുന്നില്ല. കാരണം അത്ര വിശിഷ്ടമായി കാണാൻ അത്ര മനോഹരമായൊരു കുപ്പിയാണ്. നിങ്ങൾക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഈ കുപ്പി ഷോക്കേസിൽ സൂക്ഷിച്ച് വയ്ക്കാം. ശരിയാണ്, കാണുമ്പോൾ കണ്ണിനിമ്പം തരുന്നതാണ് ആ കുപ്പിയുടെ ആകൃതി, അതിൽ ചെയ്ത ചിത്രപ്പണികൾ. അല്ലെങ്കിൽ ആ കുപ്പി തകർക്കപ്പെടാൻ നിങ്ങൾക്ക് അനുവദിക്കാം. തകർക്കപ്പെട്ടാൽ പുറമേയുള്ള രൂപഭംഗി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഉള്ളിലുള്ള വിശിഷ്ടമായി തൈലം പുറത്തേക്ക് ഒഴുകുകയും അത് അനേകർക്ക് അനുഗ്രഹത്തിന് സൗഖ്യത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്യും. നിങ്ങളേത് തിരഞ്ഞെടുക്കും? ഒരു ലൗകിക മനുഷ്യൻ ആ കുപ്പി സൂക്ഷിച്ചു വയ്ക്കുന്നു, പുറമേയുള്ള മനുഷ്യന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. എൻ്റെ സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല കാര്യം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ സ്വാഭാവികമായിട്ടുള്ള ശക്തിയെ അതിജീവിക്കുന്ന, അതിലംഘിക്കുന്ന വിശിഷ്ടമായ ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞൊഴുകാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഉപവാസമാണ്. ഉപവസിക്കുമ്പോൾ ആത്മശക്തി വെളിപ്പെടും. ആത്മീയമായിട്ടുള്ള മന്ദത പലരും അനുഭവിക്കുന്നു. എല്ലാവർക്കും അറിയാം, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ എന്തോ കുറേ നാളായിട്ടൊരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു ഉണർവ് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു ആത്മീയ അന്ധകാരം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പുറമേയുള്ള വാക്കിലും പ്രവൃത്തിയിലും തീരുമാനങ്ങളിലും ആത്മശക്തി വെളിപ്പെടാനായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. ഉപവസിക്കുമ്പോൾ പുറമേയുള്ള മനുഷ്യൻ തകർക്കപ്പെടുന്നു. അകമേയുള്ള ആത്മശക്തി നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ദേഹത്തിലും ദേഹിയിലും ശക്തിയോടെ വെളിപ്പെട്ട് പ്രകാശിക്കും. ഒരു കാലത്ത് ഞാനിങ്ങനെ ഉപവാസം അതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സംശയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഉപവാസത്തിന് പൊതുവായിട്ട് ഉപവാസ ദിവസങ്ങളൊക്കെ ഉപവസിക്കുന്നുണ്ട്. എന്നാൽ ഉപവാസത്തിന് ആദ്യം കൊടുത്ത പ്രാധാന്യം കൊടുക്കുന്നതിൽ ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറി. അതിന് കാരണം വേദപുസ്തകം വായിച്ചിട്ടാണ്. കാരണം വേദപുസ്തകത്തിലെ സംഭവം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കൽ ഈശോയും ശിഷ്യന്മാരും വയലിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് വിശന്നു. ഗോതമ്പ് കതിരുകൾ പറിച്ച് തിന്നാനായിട്ട് ആരംഭിച്ചു ശിഷ്യന്മാർ. അപ്പം അത് കണ്ട നിയമജ്ഞർ പറഞ്ഞു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, ഫരിസേയുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്, എന്നാൽ നിൻ്റെ ശിഷ്യന്മാർ തിന്നു കുടിച്ച് നടക്കുന്നു. പരാതി പറയുന്നുണ്ട്. അവരത് പറഞ്ഞപ്പോൾ ഈശോ നൽകിയ മറുപടി എന്താണ്? ഈശോ പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയം വരും, അപ്പോൾ അവർ ഉപവസിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാനാകുമോ? മണവാളൻ ആരാണ്? മണവാളൻ യേശുവാണ്. നമുക്കറിയാം, ദൈവാത്മാവ് മണവാളൻ, മനുഷ്യാത്മാവ് മണവാട്ടി. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മണവാളൻ ഈശോ തന്നെയാണ്. അപ്പം ഞാൻ ഓർത്ത് ഈശോൻ്റെ കൂടെയുണ്ട്, പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല എന്നോർത്ത് ഉപവാസത്തിൽ ഞാൻ ചില വീഴ്ചകൾ വരുത്തി. പക്ഷെ എനിക്കൊരു ആത്മസന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആത്മീയ ജീവിതത്തിൽ വല്ലാത്ത ഒരു ശുഷ്കത അനുഭവിക്കുന്നു, ഒരു വിരസത അനുഭവിക്കുന്നു, സ്പിരിച്വൽ അരിഡിറ്റി. അപ്പം അതിൻ്റെ കാരണങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും കിട്ടിയില്ല. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ വചനത്തിൻ്റെ തന്നെ വെളിച്ചം എനിക്ക് പ്രകാശിച്ച് കിട്ടി. ഈശോയുടെ കാര്യം ഇതാണ്. ഈശോ പറഞ്ഞു,
മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് അല്ലെങ്കിൽ മണവാട്ടിക്ക് ഉപവസിക്കാനാകുമോ? അതിൻ്റെ അർത്ഥം ഇതാണ്, പ്രിയ സഹോദരങ്ങളെ, ഈശോ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. യേശുവിൻ്റെ സാന്നിധ്യം ഒരു മണവാളനെ പോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉപവസിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എന്താണ്? യേശുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, യേശു സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, മണവാളൻ അടുത്ത് നിൽക്കുമ്പോൾ മണവാട്ടി എന്തുമാത്രം സന്തോഷം അനുഭവിക്കും. വിവാഹ ദിവസം മണവാളൻ്റെ കൂട്ടുകാർ, മണവത്തോഴർ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, തീഷ്ണതയുണ്ട്. അന്ന് എല്ലാവരും വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. ഇതുപോലെ യേശു എന്ന നാമം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അത്രമാത്രം സന്തോഷം നിറഞ്ഞ് കവിഞ്ഞ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഉപവസിക്കണം നിർബന്ധമില്ല. കാരണം ഓൾറെഡി ക്രിസ്തു സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിലും മനസ്സിലും നീ വലിയ അളവിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ യേശുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈശോ കൂടെയുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം ഒരു മണവാളനെ പോലെ നിനക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിൽ ഈശോ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, മണവാളൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയം വരും, അപ്പോൾ നിങ്ങൾ ഉപവസിക്കും. യു ഹാവ് ടു ഫാസ്റ്റ്. അപ്പോൾ യേശു കൂടെയുണ്ട്, തത്വത്തിൽ ഈശോ ഉണ്ടെന്ന് അറിയാം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു ശക്തി വെളിപ്പെടുന്നില്ല, വല്ലാത്തൊരു ആത്മീയ തളർച്ച അനുഭവിക്കുന്നു. എല്ലാവരും ചൽത്താഹേ എന്ന് പറഞ്ഞ പോലെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. പക്ഷേ ഒരു തീഷ്ണത നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ആ തീഷ്ണത തിരിച്ചു ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും പ്രകടമാക്കാൻ നിന്നെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്നത്. ആ വചനത്തിൻ്റെ വെളിച്ചം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പഴയ ഉപവാസത്തിലേക്ക് തിരിച്ചു വന്നു. എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? എങ്ങനെയാണ്? പല രീതിയിൽ നിങ്ങൾക്ക് ഉപവസിക്കാം. ആദ്യം ഒരു കാര്യം പറയുന്നു, ആരോഗ്യപരമായ കാരണത്താൽ നിങ്ങൾക്ക് ഉപവാസം അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കരുത്. ഉപവാസം നല്ലതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് അനുസരണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മശക്തി വെളിപ്പെടാനുള്ള അനേക വഴികളുണ്ട്. ഞാൻ അതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതാണ് ഏക വഴിയെന്നൊന്നും അർത്ഥമില്ല. ഇത് സഹായിക്കുന്ന ഒരു കാര്യം മാത്രം. ഇതിനേക്കാൾ അമൂല്യമായ വിശേഷപ്പെട്ട അനേക വഴികളുണ്ട്. ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ ചിലർ മരുന്ന് കഴിക്കുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഉപവാസത്തിലേക്ക് എടുത്തു ചാടി പ്രവേശിക്കരുത്. അനുഗ്രഹം പ്രാപിക്കാൻ അനേക വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് ഉപവാസം ഒത്തിരി സഹായിക്കുന്നതാണ്. സാറിന് നൽകിയൊരു ഉപവാസം എന്ന് വെച്ചാൽ അതിൻ്റെ സമയപരിധി എത്രയാണ്? നിങ്ങൾക്കെന്നറിയാം, ഇന്ന് അനേക ദിവസങ്ങൾ ഉപവസിക്കുന്നവരുണ്ട്. നിങ്ങൾ ലളിതമായിട്ട് ആരംഭിച്ചാൽ മതി. ഒരു ലളിതമായ ഉപവാസത്തിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് ഒരു 16 മണിക്കൂറാണ്. ഒരു ഭക്ഷണം കഴിച്ച് ഒരു 16 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം കഴിക്കുക. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്തൊരു ആകുല ചിന്ത വരുന്നുണ്ടാകാം. പക്ഷേ അനേകം പേരെ വളരെ ലളിതമായിട്ടത് പൂർത്തിയാക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്താണ്? നിങ്ങൾ മനസ്സിൽ കാണുക, ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ വ്യാഴാഴ്ച ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു, പിന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്നു. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് സാറ് നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതാണ്. ആ സമയമാകുമ്പോഴേക്കും 12 മണിക്കൂറായി. നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉച്ചഭക്ഷണത്തിന് സമയമാകുമ്പോഴേ 16 മണിക്കൂറായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ രാത്രി സപ്പർ കഴിച്ചതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ 16 മണിക്കൂർ ഉപവസിച്ച് കഴിഞ്ഞു. ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപവാസമാണ്. ഇനി കുറച്ചുകൂടി വെളിച്ചം കിട്ടുന്നവർക്ക് ഉച്ചക്കലത്തെ ഭക്ഷണം ഒഴിവാക്കാം. 4 മണിക്ക് എന്തെങ്കിലും ലഘുവായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ നിങ്ങൾ 21 മണിക്കൂർ ഉപവസിച്ചു. ഇനി കുറച്ചുകൂടി വെളിച്ചം കിട്ടുന്നവർക്ക് വൈകുന്നേരത്തെ ചായ ഒഴിവാക്കാം. എന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക. അപ്പോൾ 1 ഡേ ഉപവാസമായി, 24 മണിക്കൂർ ഉപവാസം. നല്ലൊരു ഉപവാസമാണത്. നിങ്ങളിങ്ങനെ ഉപവസിച്ചിട്ടില്ലെങ്കിൽ ഉപവസിക്കാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. ഉപകാരം എന്താണ്? അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ചിലർ ചിന്തിക്കും ഭയങ്കര തളർച്ചയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്കൊരു ഉന്മേഷം അനുഭവിക്കാൻ പറ്റും, സന്തോഷം അനുഭവിക്കാൻ പറ്റും, തീഷ്ണത അനുഭവിക്കാൻ പറ്റും. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ഉണർവോടെ ചെയ്യാനായിട്ട് പറ്റും. യെസ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഉപവാസം ആരംഭിച്ച് ഉപവാസം അവസാനിപ്പിക്കുമ്പോൾ 24 മണിക്കൂർ ഞാനൊന്നും ഭക്ഷിച്ചില്ല എന്നോർത്ത് ഉപവാസം അവസാനിക്കുന്ന സമയത്ത് അമിതമായിട്ട് ഭക്ഷിക്കരുത്. ഒരു അര വയറേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉപകാരത്തിന് പകരം ചിലപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ട് തീരും. ഒരു ദിവസത്തെ ഉപവാസം അത്ര അപകടം പിടിച്ചതൊന്നുമല്ല, ശാരീരികമായിട്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
24 മണിക്കൂർ ഉപവസിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലും ശരീരത്തിലും, പ്രത്യേകിച്ച് ശരീരത്തിലും മനസ്സിലും എല്ലാം നിങ്ങൾക്കൊരു ഉണർവ് അനുഭവിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ കൂടുതൽ തീഷ്ണതയോടെ നിങ്ങളിലൂടെ പ്രകടമാകും, വെളിപ്പെടും. ആ ശുശ്രൂഷകൾ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. ഉപവാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ സന്യാസികളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്കറിയാം, ഞാൻ കപ്പൂച്ചിൻ സഭയിൽപ്പെട്ടൊരു സന്യാസിയാണ്. ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്നത് OFM CAP എന്നാണ് ഞങ്ങളുടെ പേര്. ഞങ്ങളുടെ സഭയുടെ പേരെന്താണ്? ഓർഡർ ഓഫ് ഫ്രയേഴ്സ് മൈനർ. ഓർഡർ എന്ന് വെച്ചാൽ കൂട്ടം, സംഘം. ഫ്രയർ എന്ന് വെച്ചാൽ ബ്രദർ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് സഹോദരൻ. മൈനർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മേജർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ സഭാ സമൂഹത്തിൻ്റെ പേരെന്താണ്? വിനീത സഹോദരന്മാരുടെ സംഘം എന്നാണ്. OFM എന്നാണ് ഞങ്ങളുടെ സഭ. ഫ്രാൻസിസ് പിതാവ് സ്ഥാപിച്ച സഭയുടെ പേരതാണ്. പിന്നെ ആ സഭാ സമൂഹം 3 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. റിന്യൂവലിൻ്റെ ഭാഗമായിട്ട്, നവീകരണത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഏറ്റവും അവസാനം നവീകരിക്കപ്പെട്ട സഭയാണ് കപ്പൂച്ചിൻ സഭ എന്ന് പറയുന്നത്. OFM CAP അങ്ങനെയാണ് ഞങ്ങൾ പറയപ്പെടുന്നത്. ഞാൻ ചരിത്രം എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ ഏറ്റവും ആദ്യം അറിയപ്പെട്ടത് അങ്ങനെയായിരുന്നില്ല. ഫ്രാൻസിസ് പിതാവ് സന്യാസ ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ആദ്യകാല സഹോദരന്മാരുണ്ടായിരുന്നു. അന്ന് അവരറിയപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ്: പെനിറ്റൻസ് ഫ്രം അസീസി. അസീസിയിൽ നിന്ന് പരിഹാരം ചെയ്യുന്ന, പ്രായശ്ചിത്തം ചെയ്യുന്ന സഹോദരന്മാർ എന്നാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സഭാ സമൂഹം അതിൻ്റെ ആരംഭത്തിൽ പരിഹാരം, പ്രായശ്ചിത്തം അതിന് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. നിങ്ങൾ ഏത് ആത്മീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എടുത്താലും, മൂവ്മെൻ്റ് എടുത്താലും, അതിൻ്റെ ആരംഭത്തിൽ നിങ്ങൾക്കറിയാം, തീക്ഷ്ണതയോടെ നിൽക്കുമ്പോൾ പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം എല്ലാത്തിനും നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റിലെല്ലാം, ആ കൂട്ടായ്മയിലെല്ലാം പരിശുദ്ധാത്മ ശക്തി വലിയ അളവിൽ പ്രകടമാകുമായിരുന്നു. ഒരു സംശയവുമില്ല. നിങ്ങൾ ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അത് സാക്ഷ്യപ്പെടുത്തും. ഞാനത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിൽ സഭാ സമൂഹത്തിന് എഴുതിയ കത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈശോ ഒരു സമൂഹത്തെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രശംസിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എങ്കിലും എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പരാതിയുണ്ട്. ആ സഭാ സമൂഹത്തെ നോക്കിയിട്ട് ഈശോ പറഞ്ഞ പരാതി എന്താണ്? നിങ്ങൾ ഒത്തിരി അനുഗ്രഹ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പരാതി നിങ്ങളെക്കുറിച്ചുണ്ട്. ആ പരാതി എന്താണ്? നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പണ്ട് നിങ്ങൾക്ക് എന്നോട് വലിയ സ്നേഹവും തീഷ്ണതയും ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ആദ്യ സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് പരിഹാരം എന്താണ്? പരിഹാരമായിട്ട് വേദപുസ്തകം നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യണം. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ കപ്പൂച്ചിൻ സഭയുടെ ആദ്യത്തെ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ സഭാ സമൂഹത്തിലെ ആദ്യത്തെ വലിയ പ്രാധാന്യം കൊടുത്തൊരു പ്രവൃത്തി എന്താണ്? പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം. നിങ്ങൾ ആരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാലും, ആത്മീയ മനുഷ്യരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാലും, അവരുടെ ജീവിതത്തിൽ ഉപവാസത്തിന് വലിയ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ദൈവാനുഭവം കിട്ടിയതിന് ശേഷം അവരെടുത്തു ചാടി പോകുകയല്ല. ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ തെളിമയോടെ പ്രകാശിക്കാനായിട്ട് ആരംഭിക്കും. നിങ്ങൾക്കറിയാം, ശിഷ്യന്മാരെ എടുത്തു കഴിഞ്ഞാൽ, അപ്പസ്തോലന്മാരെ എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും തീക്ഷ്ണതയോടെ യേശുവിന് സാക്ഷ്യം വഹിച്ചൊരു വ്യക്തി ആരാണ്? മറ്റാരുമല്ല, സെയിൻറ്റ് പോൾ, സാവൂൾ. അദ്ദേഹത്തിൻ്റെ മാനസാന്തരം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ അനുമതി പത്രം വാങ്ങിക്കൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രകാശത്തിൽ അദ്ദേഹം നിലംപതിക്കുന്നുണ്ട്. അങ്ങനെയാണ് സാവൂൾ മാനസാന്തരപ്പെടുന്നു, ക്രിസ്തു ദർശനം ലഭിക്കുന്നു, അദ്ദേഹം പൗലോസായിട്ട് മാറുന്നു. ഈ നിലംപതിച്ചതിന് ശേഷം പൗലോസ് ചെയ്ത കാര്യം എന്താണ്? വേദപുസ്തകത്തിൽ പറയുന്നു, അദ്ദേഹം 3 ദിവസം ഉപവസിച്ചു. അദ്ദേഹം ജലപാനം പോലും ചെയ്തില്ല. 3 ദിവസം അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരാത്മീയ അനുഭൂതി ലഭിച്ചു. എന്ത് ചെയ്യണമെന്ന് വ്യക്തത കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ശിഷ്യൻ പൗലോസിൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആത്മശക്തിയാൽ നിറഞ്ഞ് ദൈവ ശുശ്രൂഷ ആരംഭിക്കുന്നു. അവിടെ ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ക്രിസ്തുവിലേക്ക് തിരിച്ചു വന്ന പൗലോസ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണ്? ഉപവാസം. അദ്ദേഹം ജലം പോലും കുടിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിക്കണം. പ്രത്യേകമായിട്ട് ദൈവത്തിൽ നിന്ന് വെളിച്ചം കിട്ടുന്നവർക്ക് മാത്രമാണ്
അങ്ങനെ ഉപവസിക്കാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപവസിക്കുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുന്നു, പക്ഷേ എല്ലാവരും സമൃദ്ധമായിട്ട് വെള്ളം കുടിക്കണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് അതിനുശേഷം തീക്ഷ്ണതയോടെ ക്രിസ്തു സാക്ഷിയായിട്ട് തീരുന്നത്. അവിടെ ആദ്യത്തെ പ്രവൃത്തി ഉപവാസമാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രവൃത്തി എന്താണ്? മാമുദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഈശോയെ കാണുന്നത് മരുഭൂമിയിൽ ഉപവസിക്കുന്ന യേശുവിനെയാണ്. ഏത് വിശുദ്ധരെ നിങ്ങൾ എടുത്തുകൊള്ളുക, ഒരു ക്രിസ്തു അനുഭവം ലഭിച്ചതിന് ശേഷം അവർ ആരംഭഘട്ടത്തിൽ ഉപവസിക്കുന്നു, പരിഹാരം ചെയ്യുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു. ഇന്ന് അനേക ധ്യാന മന്ദിരങ്ങളുണ്ട്, ശുശ്രൂഷ ചെയ്യുന്ന അനേകം ശുശ്രൂഷകരുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു കാലത്ത് തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്ത പല ധ്യാന മന്ദിരങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പിരിച്വൽ അരിഡിറ്റി അനുഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഈ കാര്യം വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഉപവാസ പ്രാർത്ഥനകൾ എല്ലാവരും നടത്തുന്നുണ്ട്. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. ആ ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് അനേകം പേര് പങ്കുചേരുന്നുണ്ട്. ഒരു സാധാരണ ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് ആത്മശക്തി അനുഭവിക്കാത്തവർ ഒരു ഉപവാസ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം വലിയ ഉണർവോടെ തിരിച്ചു വരുന്നതായിട്ട് അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മശക്തി വലിയ അളവിൽ അവരുടെ മേൽ പ്രകടമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഞാൻ പടിപടിയായിട്ട് ഈ ആത്മശക്തി എങ്ങനെ നമ്മുടെ മേൽ വെളിപ്പെടും, കാരണം അത് പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവനിൽ പ്രകടമാകുന്ന അനോയിൻറ്റിംഗ് ആണ്, അഭിഷേകമാണ്. പരിശുദ്ധാത്മശക്തി നമ്മുടെ മേൽ പ്രകടമാകാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഉപവാസം. വളരെ ശക്തിയുള്ള ഒരു മാർഗമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഉപവാസം വലിയ അളവിൽ നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യരെ തകർക്കും. ഉള്ളിലുള്ള പരിശുദ്ധാത്മശക്തി നിങ്ങളിൽ വെളിപ്പെടുകയും നിങ്ങളെ ശുശ്രൂഷ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും സ്പിരിച്വൽ അരിഡിറ്റി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാം, നല്ല ബോധ്യങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. പക്ഷേ എന്നിട്ടും എന്തോ ഈ ബോധ്യങ്ങളിലും പ്രവൃത്തികളിലും ഒന്നും ഒരു ആത്മശക്തി പ്രകടമാകുന്നില്ല. ഒരു വല്ലാത്തൊരു ആത്മീയ വിരസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്? ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ ഭേദിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഒരു ജലപ്രവാഹം കുറച്ച് കഴിയുമ്പോൾ തടയപ്പെട്ടു, അതവിടെ അങ്ങനെ ഇത്രയും നാൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് തടഞ്ഞു കിടക്കുകയാണ്, ഒരു ബ്ലോക്ക് വന്നു, അതോടെ അതിൽ മാലിന്യങ്ങൾ വന്ന് നിറയാനായിട്ട് ആരംഭിച്ചു. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നല്ല തീക്ഷ്ണതയോടെ ഒഴുകിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിട്ട് തീർന്നു, ആത്മസന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് തടയപ്പെട്ട ഒരു ജലപ്രവാഹത്തെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ശക്തിയോടെ ഒഴുകാനായിട്ട് ആരംഭിക്കും. ഇതുപോലെ ഉപവാസം നിങ്ങളെ സഹായിക്കും. ഉള്ളിലുള്ള പരിശുദ്ധാത്മാ ശക്തിക്ക് നിറഞ്ഞൊഴുകാനായിട്ട് പറ്റാത്ത രീതിയിൽ പുറമെയുള്ള മനുഷ്യരിൽ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഭേദിച്ച് ആത്മശക്തി പ്രകടമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു വഴിയാണ് ഉപവാസം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ ആത്മശക്തി വെളിപ്പെടുന്നത് 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. അതെന്തിനാണ്? യേശു ദൈവമായിരുന്നു, പക്ഷേ യേശുവിന് മനുഷ്യപ്രകൃതിയിൽ ആത്മശക്തി വെളിപ്പെടുന്നത് ഉപവാസത്തിന് ശേഷം എന്ന് വേദപുസ്തകം പറയുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ മേൽ എങ്ങനെ ആത്മശക്തി പ്രകടമാക്കാം എന്നതിന് നമുക്ക് യേശു ക്രിസ്തുവിൽ ദൈവം ഒരു മോചനമാർഗം കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മ ശക്തിയാൽ ശുശ്രൂഷ ചെയ്യാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉപവാസം നിങ്ങളെ ഏറെ സഹായിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവനിൽ പ്രകടമാകുന്ന അനോയിൻറ്റിംഗ് ആണ്, അഭിഷേകമാണ്. അഭിഷേകം വെളിപ്പെടാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാർഗമാണ് ഉപവാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഉള്ളിൽ ലഭിക്കുന്ന ബോധ്യം അനുസരിച്ച് ഉപവാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.